ങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ റമദാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ശാരീരികമായും മാനസികമായുമൊക്കെ ആ റമദാനിനെ വരവേൽക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും നാം പരമാവധി ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ റമദാനിനെ സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ആർജിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. അതിലേക്ക് സൂചന നൽകുന്ന ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഖുതുബയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ നാവ് അല്ലെങ്കിൽ സംസാരശേഷി എന്നുള്ളത്. പല നന്മകളും അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ അദ്കാറുകൾ ആ നാവുകൊണ്ട് നമുക്ക് പറയാം. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് നമുക്ക് ഓതാം. അതേപോലെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നാവുകൊണ്ട് നിരവധി നന്മകളും നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ആ നാവുകൊണ്ട്, ആ സംസാരശേഷി കൊണ്ട് മഹാഭൂരിപക്ഷവും തിന്മയും പാപങ്ങളുമാണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷത്തെയും അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്ന സംഗതി അവരുടെ നാവ് സമ്പാദിച്ചതല്ലാത്ത എന്താണ് എന്നാണ് ചോദിച്ചത്. അത്തരം നരക സമ്പാദ്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ പലരും പരിഗണിക്കാത്ത, നിസ്സാരമായി കാണുന്ന പരിഹാസം എന്നുള്ള ദുസ്വഭാവം. ചിലർക്കതൊരു ഹോബിയാണ്. ആരെ എന്നില്ല, എന്തിനെ എന്നില്ല, എല്ലാം ഒരു കളിതമാശയായി, പരിഹാസം ഒരു ജീവിത ശൈലിയായി സ്വീകരിച്ച ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ദീനിനെയും വരെ അവരുടെ കളിതമാശകൾക്ക്, പരിഹാസങ്ങൾക്ക് വിഷയമാക്കാറുണ്ട്. സത്യത്തിൽ എത്രമാത്രം ഗൗരവമുള്ളതാണത് എന്നറിയുമോ? ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, അഥവാ ഒരു വിശ്വാസിയായതിനു ശേഷം മനുഷ്യൻ മുർത്തദ്ദായി പോകുവാൻ വരെ പര്യാപ്തമായ ഗുരുതരമായ പാതകമാണ് അത്തരത്തിലുള്ള തമാശകളും പരിഹാസങ്ങളും. അള്ളാഹുവിനെ സംബന്ധിച്ചാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണെങ്കിൽ, അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് കളിതമാശകൾ പറയുന്നത്, പരിഹസിക്കുന്നത് എങ്കിൽ അത് തമാശയായിട്ടാണെങ്കിൽ പോലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്, കാഫറായിട്ടുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 65, 66 ആയത്തുകളുമായി ബന്ധപ്പെട്ടതിന്റെ അവതരണ പശ്ചാത്തലവും ഒക്കെ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അള്ളാഹു പറയുന്നു, വലഇൻ സഅൽതഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, സ്വഹാബത്തിനെ സംബന്ധിച്ച് ഒക്കെ ചില കമന്റുകൾ, തമാശ പറഞ്ഞ ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ, ലയഖൂലുന്ന, അവർ തീർച്ചയായും പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിതമാശയായി പറഞ്ഞതാണ് എന്ന്. ഖുൽ, ചോദിക്കൂ നബിയെ, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ആയത്തുകളെ സംബന്ധിച്ചും അവന്റെ ദൂതനെ സംബന്ധിച്ചുമാണോ നിങ്ങൾക്ക് കളിയാക്കാനും തമാശ പറയാനും പരിഹസിക്കുവാനും ഒക്കെ വിഷയം കിട്ടിയത്? വേറെ ഒന്നും ഉണ്ടായില്ലേ എന്നല്ല ചോദിക്കാൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലാ തഅ്തദിറു, നിങ്ങൾ യാതൊരു എക്സ്ക്യൂസും ഇനി പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങളിൽ കുഫർ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ വചനങ്ങളെ, അതല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ നിയമങ്ങളെ, പടച്ചറബിന്റെ തീരുമാനങ്ങളെ, നിശ്ചയങ്ങളെ, അള്ളാഹു ആദരിച്ച വസ്തുക്കളെ, വ്യക്തികളെ, സ്ഥലങ്ങളെ എല്ലാം ആദരിക്കേണ്ടതിന് പകരം, ബഹുമാനിക്കേണ്ടതിന് പകരം കളിതമാശകൾക്ക് വേണ്ടി വിഷയമാക്കുമ്പോൾ വളരെ ഗൗരവപ്പെട്ട കാര്യമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം സദസ്സുകളിൽ ആളുകളുടെ വർത്തമാനം കേട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനെ കേട്ടിരിക്കാൻ പോലും പാടില്ല എന്ന്, ഗുരുതരമായ പാതകമാണത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, അല്ലാഹു നിങ്ങൾക്കിതാ ഇറക്കി തന്നിരിക്കുന്നു വേദഗ്രന്ഥത്തിലൂടെ നിയമമായി, അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ, പടച്ചറബിന്റെ വചനങ്ങളെ നിഷേധിക്കപ്പെടുന്ന, വയുസ്തഹ്സഉ ബിഹാ, അതിനെ പരിഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു വാക്ക് നിങ്ങൾ കേൾക്കേണ്ടി വന്നാൽ, ഫലാ തഖ്ഉദൂ മഅഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി, അവർ വേറെ വല്ല വിഷയത്തിലേക്കും പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ ഈമാനികമായ വൈകാരികമായ ഒരു താല്പര്യമാണ് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കുന്നതും കളിയാക്കുന്നതും ഒരു മിമിക്രിയാക്കി അല്ലെങ്കിൽ തമാശയാക്കി ഒക്കെ പറയുമ്പോൾ അത് കേട്ടിരുന്ന് ഇളിച്ച് ചിരിച്ച് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ അതിലൊന്നും ഭാഗവാക്കല്ല, ആ വിശ്വാസമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കരുത് എന്നാ ഖുർആൻ പറഞ്ഞു. ഫലാ തഖ്ഉദൂ മഅഹു, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാലോ ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ തന്നെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, ഇത്തരം സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അള്ളാഹു ജഹന്നമിൽ ഒരുമിച്ച് കൂട്ടും തീർച്ച എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോ കാഫിരീങ്ങളുടെ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെയും പടച്ചറബിനെ തന്നെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒക്കെ പരിഹാസപാത്രമാക്കുക എന്നത്. അപ്പോൾ ആലോചിച്ചു നോക്കണം, സ്വഹീഹായ ഹദീസുകളെ പരിഹസിച്ച് ഡോക്യുമെന്ററി വരെ ഇറക്കി അത് വിതരണം ചെയ്ത് അതിൽ ചർച്ചകൾ നടത്തി സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത ആളുകൾ. ഇസ്ലാമിന്റെ അഖീദ വിശദീകരിക്കുന്ന ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിനെ തകർത്ത് ദുർബലമാക്കി നശിപ്പിച്ചു കളയുന്നത് എന്ന്. അഥവാ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് നവാഖിദുൽ വുളു, മുറിയുന്ന കാര്യങ്ങൾ. ഒരാൾ വൃത്തിയായി നല്ല രീതിയിൽ വുളുവെടുത്ത് വന്നതിന് ശേഷം നവാഖിദുൽ വുളു മുറിയുന്ന ആ കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവിച്ചാൽ അയാളുടെ പിന്നെ വുളുവിന്റെ വാലിഡിറ്റി തീർന്നു. ഞാൻ നന്നായി ശ്രദ്ധിച്ചെടുത്തതാണ്, 3 പ്രാവശ്യം കഴുകേണ്ടതിന് പകരം 4 പ്രാവശ്യമൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്, ഒന്നും കാര്യമില്ല, ആ വുളു ബാത്തിലായി എന്നതുപോലെ ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇസ്ലാം തകർത്ത് അയാൾ പുറത്തു പോകുന്ന, മുർത്തദ്ദായി കാഫിറായി പോകുന്ന 10ഓളം കാര്യങ്ങൾ പണ്ഡിതന്മാർ സാധാരണ സമൂഹത്തിൽ നടക്കുന്ന 10ഓളം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെയും 6ാമത്തെയും കാര്യമായി എണ്ണിയത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അഥവാ പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തോട് ആർക്കെങ്കിലും ഒരു വെറുപ്പ്, ഒരു വിദ്വേഷമുണ്ട് എങ്കിൽ, വലൗ അമില ബിഹി, മനസ്സിൽ അയാൾക്ക് അതിനോട് ഈർഷ്യതയും വെറുപ്പുമാണ്, പക്ഷെ അയാൾ ആളുകളോടൊപ്പം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും ഇബാദത്തുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ആചാരം, സംസ്കാരം, ഒരു സുന്നത്ത്, അതിനെയൊക്കെ ആർക്കെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ ഫഖദ് കഫറ, അയാൾ കാഫിറായിട്ടുണ്ട്. ലിഖൗലിഹി തആല, എന്താണ് അതിനുള്ള തെളിവ് എന്ന് ചോദിച്ചാൽ സൂറത്ത് മുഹമ്മദിലെ 9ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ദാലിക ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അത് കാരണത്താൽ അവരുടെ അമലുകളെല്ലാം തരിപ്പണമായി തകർന്നുപോയി എന്ന് കപടവിശ്വാസികളായ അത്തരം അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് സൂറത്ത് മുഹമ്മദ് 47-ാം അധ്യായത്തിലെ 9ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ കാര്യമായി പണ്ഡിതന്മാർ എണ്ണിയത് മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിയായ ഏതെങ്കിലും ഒരു വിഷയത്തെ ആരെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ, ഔ സവാബിഹി ഔ ഇഖാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കർമ്മത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച്, അതിൽ ഏതെങ്കിലും ഒരു തെറ്റിനെ സംബന്ധിച്ച് അതിന് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച്, അതിനൊക്കെ ഇപ്പൊ ഇത്ര വലിയ കൂലി, അതിനൊക്കെ ഇത്ര വലിയ ശിക്ഷ എന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കഫറ, അയാളും കുഫറിലായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. എന്നിട്ട് നേരത്തെ ഞാൻ ഓതിയ സൂറത്ത് തൗബയിലെ 65, 66 ആയത്തുകളാണ് പണ്ഡിതന്മാർ അതിനെ തെളിവാക്കി കൊടുത്തത്. കളിതമാശയായിട്ട് പോലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദീനിയായ അധ്യാപനങ്ങളെയും നിങ്ങൾ സംസാര വിഷയമാക്കി എടുക്കരുത് എന്ന്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുസ്ലിം പുരുഷന്മാരുടെ താടി
അത് സുന്നത്തായ പുണ്യമുള്ള ഒരു സംഗതിയാണ്. അത് ചെയ്തില്ല എന്നൊരു കുറ്റമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ, അതേപോലെ ഇസ്ലാമികമായ വസ്ത്രധാരണത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച് എല്ലാവരും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്ലാമിൽ ബഹുഭാര്യത്വം, ഒന്നിലധികം ഭാര്യമാരെ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ചില ആളുകൾക്ക് അതിൽ അങ്ങ് മനസ്സിലാകാത്തത് കൊണ്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെ, ബാക്കിയെല്ലാം 99.9 അയാൾ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. എന്നാൽ തന്നെയും നമ്മളൊന്ന് കടത്തി പറയാൻ, 99.9 ഒരാൾ ശരിയാണ് എന്ന് സങ്കല്പിക്കുക. ഇബാദത്തുകളിൽ, സംസ്കാരങ്ങളിൽ, വിശ്വാസങ്ങളിലൊക്കെ ശരിയാണ്. പക്ഷെ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖുർആൻ പറഞ്ഞത്, അതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ഒരൊറ്റ നിഷേധത്തോടുകൂടി അയാളുടെ ഇസ്ലാം ആസകലം തകർന്ന് അയാളുടെ ഇസ്ലാം പൊളിഞ്ഞു. അതാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞു. അതേപോലെ ആര് എന്ന് വിഷയമില്ല, എന്ത് എന്ന് വിഷയമാക്കാറില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാരെയും സജ്ജനങ്ങളെയും ഒക്കെ കളിയാക്കുന്ന ആളുകളുണ്ട്. സാധാരണക്കാരെ പോലും പരിഹസിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നുള്ള കാര്യം ഖുർആൻ പഠിപ്പിച്ചതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്ത്, വിശ്വാസികളായ നമ്മെ എല്ലാവരെയും അള്ള വിളിച്ചുകൊണ്ട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, കളിയാക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, നമ്മൾ കളിയാക്കുന്ന, നമ്മുടെ പരിഹാസങ്ങൾക്ക് പാത്രമാകുന്ന ആളുകളായിരിക്കും നമ്മളെക്കാൾ നല്ലവര്. നമുക്കെന്തറിയാം? നമ്മൾ ബാഹ്യമായ ആളുകളുടെ ഇടയിൽ കൊള്ളാവുന്ന ആളായി നമ്മൾ ധരിക്കും. ചില ആളുകളൊക്കെ അത് കണ്ട് തെറ്റിദ്ധരിച്ച് നമ്മളെയും നല്ലതായി ഗണിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മൾ മോശമാണ് എന്ന് ഗണിക്കുന്ന ആളുകൾ പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതന്മാരും നല്ലവരുമായിരിക്കും. അവരെ പരിഹസിക്കുന്നതിലൂടെ നമ്മൾ പാപത്തിന്റെ ബാണ്ടക്കെട്ടുകളുമായിട്ടാണ് പരലോകത്ത് വരിക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അകൂന ഫീ നഫ്സി അളീമ വ ഇൻദല്ലാഹി സഗീറ. പടച്ചവനെ, എന്റെ മനസ്സിൽ ഞാൻ കൊള്ളാവുന്നവനും നിന്റെ അടുക്കൽ ഞാൻ ചെറിയവനും മോശക്കാരുമായി പോകുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുതും മറ്റുള്ളവർ വലുതും എന്ന രീതിയിലായിരിക്കണം ചിന്തയെങ്കിൽ നമ്മുടെ കുറവുകളും ന്യൂനതകളും തന്നെ എമ്പാടും നമുക്ക് കാണാനും സംസാരിക്കാനും നികത്താനും ഒക്കെ ഉണ്ടാകും. വേറെ ആളുകളെ സംബന്ധിച്ച് പരിഹസിക്കുവാനും കളിയാക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പ്രത്യേകം ഖുർആൻ പറഞ്ഞു. ചില സ്ത്രീകൾ മറ്റ് സ്ത്രീകളെ സംബന്ധിച്ച് ദുഷിച്ചു പറയുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന സ്വഭാവം ഒരുപക്ഷെ അവരിൽ കൂടുതൽ അതുണ്ടാകാം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. സഹോദരിമാർ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആ സഹോദരിമാരായിരിക്കും ഇവരെക്കാൾ ഉത്തമരായ സ്ത്രീകൾ. അതേപോലെ വലാ തൽമിസു അൻഫുസകും, നിങ്ങളെ തന്നെ മോശമായ രീതിയിൽ സംസാരിക്കരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേരുകൾ, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത അപരനാമങ്ങൾ, ഇരട്ടപ്പേരുകളിട്ട് കളിപ്പേരുകൾ വിളിക്കരുത്. ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ സ്വീകരിച്ചതിന് ശേഷം എത്ര മോശമായ സംഗതിയാണ് ഇത്തരം അധാർമികമായ തെമ്മാടിത്തത്തിന്റെ വർത്തമാനങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വമൻ ലം യതുബ്, അതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ആർ തയ്യാറാകുന്നില്ലയോ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികൾ. അപ്പോൾ അത്തരം ഒരു ദുസ്വഭാവം നമ്മുടെ ഒരു സ്വതസിദ്ധമായ ഒരു കൂടപ്പിറപ്പായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിക്കണം. റമദാൻ അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേപോലെ ലാ യസ്ഖർ ഖൗമുൻ, ഒരാളെയും ഒരു ജനതയെയും നിങ്ങൾ പരിഹസിക്കരുത്, കളിയാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ബികുല്ലി കലാമിൻ വഖൗലിൻ വഫിഅലിൻ ദാലിൻ അലാ തഹ്കീരിൽ അഖിൽ മുസ്ലിം, നിന്റെ സഹോദരനായ ഒരു വിശ്വാസിയെ ചെറുതാക്കി കാണുന്ന, കൊച്ചാക്കി കാണുന്ന യാതൊരു വാക്കും പ്രവൃത്തിയും സംസാരവും നിന്നിൽ നിന്നുണ്ടാകരുത്. ഫഇന്ന ദാലിക ഹറാമുൻ ലാ യജൂസ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ്, അനുവദനീയമല്ല.
അഹന്തയും അഹങ്കാരവും മനസ്സിൽ ഇടം പിടിക്കുന്ന ആളുകൾക്കേ അങ്ങനെയാകാൻ കഴിയുകയുള്ളൂ. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷർറായി തിന്മ സമ്പാദിച്ചതായി മതി എന്ത്, അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, തന്റെ വിശ്വാസിയായ ഒരു സഹോദരനെ ചെറുതായി കാണുക, നിന്ദിക്കുക, നിസ്സാരമാക്കുക എന്നത് തന്നെ മതിയാകും തിന്മയുടെ ബാണ്ടക്കെട്ടുകളായി. അതുകൊണ്ട് യൻഹാ തആല അനി സുഖ്രിയ ബിന്നാസ്, മനുഷ്യന്മാരെ പരിഹസിക്കുക, കളിയാക്കുക എന്നത് പടച്ചറബ് വിലക്കി. അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. അഹങ്കാരം, കിബ്ർ എന്ന് പറഞ്ഞാൽ അതിന് വേറെ കോലങ്ങളും രൂപങ്ങളൊന്നുമില്ല. സത്യത്തെ അവമതിക്കലും മറ്റുള്ളവരെ ചെറുതായി കാണലും, അതാണ് കിബ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഹറാമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പണ്ഡിതന്മാരോടും സജ്ജനങ്ങളോടുമൊക്കെ കൂടുതൽ സ്നേഹവും ആദരവും ബഹുമാനവുമാണ് ഒരു വിശ്വാസി എന്നുള്ളതിൽ നമുക്ക് വേണ്ടത്. അതിര് വിടാനും പാടില്ല. ചില ആളുകൾ ഉസ്താദുമാരെ, ഉലമാക്കളെ, ഇമാമിങ്ങളൊക്കെ കണ്ടാൽ അവരെ ചെന്ന് കൈമുത്തലും കെട്ടിപ്പിടിക്കലും കാല് തൊട്ടുമുത്തലും സുജൂദിൽ വീഴലും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അത്തരം ആദരവ് അതിരുവിടാനും പാടില്ല. എന്നാൽ പരിഹാസവും കളിയാക്കലും അത് പണ്ഡിതന്മാരോടും സജ്ജനങ്ങളോടുമാകുമ്പോൾ കുറെ കൂടി ഗൗരവപ്പെട്ട സംഗതിയാണ്. ദീനിന്റെ ആളുകളെ പുച്ഛിക്കലും പരിഹസിക്കലും ഒക്കെ കാഫിരീങ്ങളുടെ, മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ടാണ്, സ്വഭാവങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലൂടെ പഠിപ്പിച്ചത്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ, സത്യനിഷേധികൾക്ക്, അവിശ്വാസികൾക്ക് ദുനിയാവ് വല്ലാത്ത അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വയസ്ഖറൂന മിനല്ലദീന ആമനു, സത്യവിശ്വാസികളെ അവർക്ക് കളിതമാശയാണ്. ചില ആളുകളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ് അവർ കമന്റ് പറയും. ഇപ്പോഴും 4 കാശുണ്ടാക്കാൻ നോക്കുമ്പോൾ അത് പാടില്ല, ഇത് പാടില്ല. അതേപോലെ ഏറ്റവും നല്ല പീക്ക് ടൈമിൽ ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് ജുമാഅക്കും ജമാഅത്തിനും ഒക്കെ പോകുന്നു. ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരാണോ എന്ന് പറഞ്ഞ് കമന്റ് അടിക്കുന്ന, തമാശ പറയുന്ന ആളുകൾ മറ്റ് സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളിലുമുണ്ട്. അതാണ് കപട വിശ്വാസികളും എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, എന്നാൽ ഈ പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ച ആളുകളാണ് ഖിയാമത്ത് നാളിൽ ഇവരെക്കാൾ മീതയുള്ളവർ, ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾ. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, അന്ന ഉലൈകൽ കുഫാർ യസ്ഖറൂന മിനല്ലദീന ആമനു ലികൗനിഹിം ഫുഖറാ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ അവിശ്വാസികളായ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളെ പരിഹസിക്കുവാനുണ്ടായ കാരണം അവർ ഫക്കീറന്മാരാണ്, പാവപ്പെട്ട ആളുകളാണ്. ഇവരെ പോലെ സാമ്പത്തികമായ സ്റ്റാറ്റസ് ഇല്ല, ഇവരെ പോലെ ഭൗതികമായ മറ്റ് സാഹചര്യങ്ങളില്ലാത്തപ്പോൾ ഇവർ കൊള്ളാവുന്നവരും അവർ മോശക്കാരും എന്ന് തോന്നി കളിയാക്കിയവരാണ്. ലാ ഹല്ല ലഹും മിനദ് ദുനിയ കഹല്ലി റുഅസാഇൽ കുഫ്രി വഅസാതീനിൽ ളലാൽ. വഴികേടിന്റെയും കുഫറിന്റെയും നേതാക്കന്മാരും നായകന്മാരും ഒക്കെ ആയ ആളുകളെ പോലെ അവർക്ക് ഏറ്റവും നല്ല ടോപ്പ് വാഹനങ്ങളും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തിനില്ലായിരുന്നു. അതിന്റെ പേരിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകൾ, ഇത്തരം ആളുകൾ പരലോകത്ത് വരുമ്പോൾ നരകത്തിന്റെ വക്താക്കളാണ് എന്ന് മാത്രമല്ല, പടച്ചിറബ് അവരോട് ശക്തമായി ആക്രോശിക്കും, ആക്ഷേപിക്കും എന്നുള്ളത് ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 103 മുതൽ 111 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്താൽ അതിന് അർത്ഥം മനസ്സിലാക്കി ഓതുന്ന ആരുടെയും നെഞ്ചു പിടക്കാതിരിക്കുകയില്ല. നരകത്തിൽ കിടന്ന് കേണപേക്ഷിച്ച് കരഞ്ഞ് വെപ്രാളപ്പെട്ട് റബ്ബിനോട് കെഞ്ചുന്ന ആളുകളോട് പറയും, മിണ്ടിപ്പോകരുത് എന്ന്. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ ന്യായം എന്താണ്? അവരെ മിണ്ടരുത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനുള്ള കാരണം, എന്റെ അടിയാറുകളിൽ, അടിമകളിൽപ്പെട്ട ഒരു വിഭാഗമുണ്ടായിരുന്നു. അവർ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു. അവർ നല്ല കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഫത്തഖദ്തുമൂഹും സിഖ്രിയ. അപ്പൊ നിങ്ങൾ അതൊക്കെ കളിതമാശയായി, പരിഹാസമായി അവരെ നിങ്ങൾ സ്വീകരിച്ചു, അവരെ നിങ്ങൾ പഴിച്ചു, അവരെ സംബന്ധിച്ച് മോശമായ പലതും നിങ്ങൾ പറഞ്ഞു. ഹത്താ അൻസൗകും ദിക്രി. അങ്ങനെ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള സ്മരണ തന്നെ ഇല്ലാതെയായിപ്പോയി.
പടച്ച റബ്ബ്, പരലോകം, മതം എന്നൊക്കെ പറഞ്ഞാൽ മനംപിരട്ടലുകളായി നിങ്ങൾക്ക് തോന്നി, മിണ്ടിപ്പോകരുത് ഇവിടെ എന്ന് പറഞ്ഞ് നരകത്തിൽ അവരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ. വകുൻതും മിൻഹും തൽഹഖൂൻ, അവരെ കാണുമ്പോൾ, അവരുടെ വസ്ത്രം കാണുമ്പോൾ, അവരുടെ ഇബാദത്തും ചേലും കോലൊക്കെ കാണുമ്പോൾ നിങ്ങൾ കളിയാക്കി പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ള നൽകിയ വായു ശ്വസിച്ച്, അള്ള ഇറക്കിയ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ അടിയാറുകളെ കളിയാക്കുന്ന ആളുകൾ മിണ്ടിപ്പോകരുത് എന്നാണ് പടച്ചറബ് അവിടെ പറയുന്നത്. അതേപോലെ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ ആയത്ത്, സത്യവിശ്വാസികൾ നടന്നു പോകുമ്പോൾ അവരെ ഗോഷ്ഠികൾ കാണിച്ച് കളിയാക്കി പരിഹസിച്ച് ചിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിൽ വെച്ച് കേൾക്കുന്ന ഏറ്റവും ഗുരുതരമായ ആക്ഷേപമാണ് ഇത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അഅ്ളമു ഖൗലിൻ അലൽ ഇത്ലാഖ് യസ്മഉഹുൽ മുജ്രിമൂൻ ഫിത്തഖീബി വത്തൗബീഖി വദ്ദുൽ. നിന്ദതയുടെയും ആക്ഷേപത്തിന്റെയും അതേപോലെ തന്നെ നിരാശപ്പെടുത്തുന്നതിന്റെയും ഏറ്റവും ഗുരുതരമായ വാക്ക് അവിശ്വാസികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ കേൾക്കുന്ന ഏറ്റവും ഗുരുതരമായ ആക്ഷേപമാണിത് എന്ന്. കാരുണ്യത്തിന്റെ റബ്ബ് ആ പടച്ചവനോട് കെഞ്ചി ചോദിക്കുമ്പോൾ ആ കൈകൾ തട്ടുക മാത്രമല്ല, അവരോട് ഈ രീതിയിൽ അള്ളാഹ് സംസാരിക്കുന്ന വേറൊരു രംഗമില്ല എന്ന്. അപ്പോ അങ്ങനെയായി പോകാതിരിക്കാൻ എന്ത് വേണം? നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആക്ഷേപിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ, സലഫുസാലിഹ്യങ്ങൾ പറഞ്ഞതുപോലെ, വിശ്വാസിയുടെ നാവും അവിശ്വാസിയുടെ നാവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, അവരുടെ കൽബിന്റെ മുന്നിലായിരിക്കും നാവ്. അഥവാ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അവിവേകികളായ ആളുകൾ എന്ത് പറയും? എന്തും പറയും. വിശ്വാസികളുടേത് അങ്ങനെയല്ല. നാവിന്റെ മുമ്പ് അവരുടെ ഹൃദയം ഉണ്ടാകും. ഞാനത് പറഞ്ഞാൽ ഗുണമാണോ ദോഷമാണോ, ദുനിയാവിൽ എനിക്ക് നേട്ടമുണ്ടോ കോട്ടമുണ്ടോ, ആഖിറത്തിൽ എനിക്ക് എന്തായിരിക്കും അതിലൂടെ കിട്ടാനുള്ളത് എന്ന് ചിന്തിക്കും. പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും പരിഹസിക്കുമ്പോൾ രണ്ട് വിധത്തിൽ അങ്ങനെ അത് ഉണ്ടാകാറുണ്ട്. ഒന്ന് വ്യക്തിപരമായ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതിയെ സംബന്ധിച്ച്. ഉയരം കുറഞ്ഞ ആളാണെങ്കിൽ കുള്ളൻ, അല്ലെങ്കിൽ തടി കൂടിയ ആളാണെങ്കിൽ തടിയൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ഇരട്ടപ്പേരുകൾ വിളിക്കുന്ന ആളുകൾ. ഇത് പാടില്ല, ഹറാമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട് അതിനെ സംബന്ധിച്ച്. ഇദാ ഇബ്ത ഇൻസാനൻ, നീ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചാൽ, ഒരു അയ്ബ് പറഞ്ഞാൽ, ഫീ ഖിൽഖതിഹി, അയാളുടെ സൃഷ്ടിപ്പിൽ, ഫകഅന്നമാ ഇബ്തൽ ഖാലിഖ അസ്സ വജല്ല, നീ പടച്ച റബ്ബിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. കാരണം എന്താ? ഒരാളുടെ പൊക്കം കുറഞ്ഞതിൽ അയാൾക്കൊരു റോളുമില്ല, ഒരാളുടെ നിറം മാറിയതിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. അപ്പൊ അയാളല്ല അങ്ങനെ അയാളെ ആക്കിയത്, പടച്ച റബ്ബാണ്. അപ്പോൾ നീ അതിന്റെ പേരിൽ ഒരാളെ ആക്ഷേപിച്ചാൽ അത് പടച്ച റബ്ബിനെ ആക്ഷേപിക്കലാണ്. ഫൽ മസ്അലതു ഖതീറ, അതുകൊണ്ട് വിഷയം ഏറെ ഗൗരവപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. ചിലപ്പോൾ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ ആക്ഷേപിക്കുന്നത് അവരുടെ ഇൽമിനെയും ദീനിനെയും കണ്ടുകൊണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ താടി, അവരുടെ വസ്ത്രം, അവരുടെ തഖ്വ, ഇതൊക്കെ കണ്ടുകൊണ്ട് അനുഷ്ഠാന തീവ്രത എന്ന് പറഞ്ഞ് ആവേശത്തിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ആളുകൾ അത് റബ്ബിനെയും ദീനിനെയും പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യം തിരിച്ചറിയണം. വഇദാ അലിമ മിൻ ആയാതിനാ ശൈഅൻ ഇത്തഖദഹാ ഹുസ്വ, അവർ അല്ലാഹുവിന്റെ ഏതെങ്കിലും വചനങ്ങളോ നിർദ്ദേശങ്ങളോ കേട്ടാൽ അതിൽ നിന്ന് പഠിക്കേണ്ടത് പഠിച്ച് തിരുത്തേണ്ടത് തിരുത്താൻ തയ്യാറാകുന്നതിന് പകരം അതിനെ കളിതമാശയാക്കുന്ന ആളുകൾ, ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യതയുള്ള ശിക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം, നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും പരിഹാസം എന്നത് നമ്മുടെ ഒരു അടയാളമായി, ഒരു വിശേഷണമായി, ഗുണമായി ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും ഒക്കെ ആകുമ്പോൾ അതീവ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നന്മകളിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വാർത്തയായി കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. UP-യിലെ ഗാസിയാബാദിലുള്ള പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാർ അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 9ാമത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് ചാടി കൂട്ട ആത്മഹത്യ ചെയ്ത സംഭവം. അത് ഏതെങ്കിലും ഒരു സ്വാഭാവികമായ ആത്മഹത്യ എന്നതിനപ്പുറം നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാരണമാണ് അതിന്റെ പിന്നിൽ പറഞ്ഞു കേൾക്കുന്നത്. അഥവാ കൊറിയയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് കൊറിയൻ പോപ്പ് സംഗീതത്തെയും കൊറിയൻ സംസ്കാരത്തെയും ഒക്കെ നെഞ്ചിലേറ്റിയ സഹോദരിമാരായിരുന്നു അവർ. അവരുടെ ഫോൺ ഉപയോഗം മാതാപിതാക്കൾ വീട്ടിൽ അത് നിയന്ത്രിച്ചപ്പോൾ, കൊടുക്കാതിരുന്നപ്പോൾ അതിന്റെ പേരിൽ സോറി പപ്പ, കൊറിയയാണ് ഞങ്ങളുടെ ജീവിതം, കൊറിയയില്ലാതെ ഈ സംഗീതവും ഈ ലോകവുമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണത്രേ അവർ ആത്മഹത്യ ചെയ്തത്. അപ്പൊ കുട്ടികളെ മാത്രമല്ല, നമ്മളും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത്. റീൽസും ഷോർട്സും ഒക്കെ അതിന്റെ അടിമകളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം സ്വാഭാവികമായും അപഹരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ചില സംഗതികളാണ്. നമുക്കൊന്നിനും സമയമില്ല. ദിക്ർ ചെല്ലാൻ, ഖുർആൻ ഓതാൻ, ദീനീ സദസ്സുകളിലേക്ക് വരാൻ ഒന്നിനും നമുക്ക് സമയമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ, ഇന്റർനെറ്റിൽ ഈ പറഞ്ഞ റീൽസും ഷോർട്സും ഒക്കെയായി ആയുസിന്റെ എത്ര ഭാഗം നമ്മൾ ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിലൂടെ എന്ത് റിസൾട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ചില തിരിച്ചറിവുകൾ നൽകേണ്ടത്. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതിലൊന്നാമതായി, ഉപകാരമില്ലാത്ത എല്ലാറ്റിനോടും നോ പറയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കണം. വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ദുനിയാവിലോ ആഖിറത്തിലോ ഒരു ഉപകാരമോ ഒരു നേട്ടമോ ഇല്ലാത്ത കാര്യങ്ങൾ, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് അവരത് വീഡിയോ പിടിച്ചിടുന്നതിന് അവർക്ക് വരുമാനം ഉണ്ടാകും. അത് നമ്മളിങ്ങനെ കണ്ട് നമ്മുടെ ആയുസ്സും സമയവും പഠനവും ഇബാദത്തും എല്ലാം നശിപ്പിക്കുമ്പോൾ അത്രമാത്രം ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി നോ, ഇനി ഞാൻ അതിലേക്കില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമദാൻ അത്തരം ഒരു നിയന്ത്രണങ്ങളുടെ കൂടി അവസരമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ സമയത്തിന്റെ വില നമുക്ക് ബോധ്യമുണ്ടാകണം, നമ്മുടെ മക്കളെ അത് ബോധ്യപ്പെടുത്തണം. ജീവനാണ് സമയം എന്ന് പറഞ്ഞാൽ ഒരു അറബി കവിതാശകലത്തിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു. ഓരോ മനുഷ്യന്റെയും ഹൃദയമിടിപ്പ് അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചില മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്ന്. അപ്പൊ സെക്കൻഡുകളല്ലേ മിനിറ്റുകളല്ലേ എന്ന് പറയുമ്പോൾ ആ മിനിറ്റുകൾ ചേർത്ത് വെക്കുമ്പോൾ മണിക്കൂറാകും, മണിക്കൂറുകൾ ചേരുമ്പോൾ ദിവസമാകും, ദിവസങ്ങൾ ചേർന്നാൽ ആഴ്ചയാകും, അത് മാസമായി, വർഷമായി, ഇങ്ങനെയാണ് ആയുസ്. നിങ്ങൾ ഇത് നശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ആ രീതിയിൽ ബോധവൽക്കരിച്ചാൽ യാതൊരു ഫായിദയുമില്ലാത്ത, നേട്ടമില്ലാത്ത, ഉപകാരമില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ അവർ പോകൂല. അവർ തന്നെ പറയും നോ, അതിലേക്ക് ഞാനില്ല എന്ന്. എല്ലാറ്റിനും ഉപരി പടച്ചറബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം, പരലോകമെന്നുള്ള കൃത്യമായ ചിന്ത, അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആരുമില്ലെങ്കിലും സ്വയം നിയന്ത്രിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഖുർആൻ പറഞ്ഞില്ല മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും നമ്മൾ ഉരിയാടുന്നില്ല. പടച്ചറബ് അത് കൃത്യമായി അറിയുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടല്ലാതെ. അതാണ് പരലോകത്ത് നമുക്ക് റെക്കോർഡായി തരുന്നത്. അഫ ഹസിബ്തും അന്നമാ ഖലഖനാകും അബത. നിങ്ങളെ വെറുതെ ഞാൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ആരും എന്റെ അടുക്കലേക്ക് തിരിച്ചു വരികയില്ല എന്ന് അങ്ങനെ ചിന്തിക്കണ്ട. ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് പരലോകത്തെ സംബന്ധിച്ചും പടച്ച റബ്ബിനെ സംബന്ധിച്ചും റബ്ബിന്റെ നോട്ടത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ബോധം ചെറുപ്രായത്തിൽ നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുത്താൽ ഇത്തരം ദുരന്തങ്ങളിലേക്ക് പോകാതെ ദുനിയാവിൽ തന്നെ
നഷ്ടങ്ങളും അപകടങ്ങളും സമ്മാനിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്കും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പടച്ചിറപ്പ് പൊരുത്തപ്പെടുന്ന നന്മകളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ 1-2 സഹോദരങ്ങൾ മരണപ്പെട്ടൊരു വാർത്ത കേൾക്കാൻ സാധിച്ചു. ഒന്ന്, നമ്മുടെ ഈ പള്ളിയിൽ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരന്റെ പിതാവാണ്. അതേപോലെ മറ്റൊരു ആദർശ സഹോദരൻ തിരുവനന്തപുരത്തുള്ള വർഷങ്ങളോളം ദമ്മാമിലൊക്കെ ഉണ്ടായിരുന്ന ദീനി ദഅവ രംഗത്ത് സജീവമായിരുന്ന ഷാഹുൽ ഹമീദ് പേയാട് എന്ന് പറയുന്ന അദ്ദേഹം, ഇന്ന് അദ്ദേഹം നിസ്കരിക്കുന്ന പള്ളിയിൽ അദ്ദേഹത്തിന്റെ മയ്യത്താണുള്ളത്. ജുമാ കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഖബറടക്കം. ഇത്തരം മരണവാർത്തകൾ കേൾക്കുമ്പോൾ, റമദാൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, റമദാൻ കിട്ടാതെ പോകുന്ന സഹോദരങ്ങൾ നമ്മളിൽ തന്നെ ഇനി എത്ര ആൾക്ക് കിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ ഒരു ചിന്തയും നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതേപോലെ മറ്റൊരു സഹോദരന്റെ മകൾ ഹാഫിളത്തായ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിച്ചു. ഏറ്റവും നല്ല രീതിയിൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും സന്തോഷത്തോടുകൂടി മുന്നേറുവാനും അള്ളാഹു അവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മക്കൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഹാഫിളത്തായി വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലൂടെ ദുനിയാവിലും നാളെ പരലോകത്തും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد